ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സുഹൃത്തുക്കളെ, നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടെന്ന് പറയുമ്പോൾ ഇത് ലോകബാങ്ക് ഈ അടുത്ത സമയത്ത് അവർ പുറത്തുവിട്ട റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ ഒരു അവലോകനം നമുക്കിപ്പോൾ തൽക്കാലം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ സാധിക്കുന്നത്. അതായത് ലോകബാങ്കും വേൾഡ് ബാങ്കും IMFും ഒക്കെ തന്നെ എല്ലാ രാജ്യങ്ങളുടെയും സമ്പദ് വ്യവസ്ഥകളെക്കുറിച്ച് കാര്യമായിട്ട് സമഗ്രമായിട്ട് റിസർച്ച് ചെയ്യുകയും പഠനം നടത്തുകയും അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളൊക്കെ കാലാകാലങ്ങളായിട്ടുള്ള അവർ പബ്ലിഷ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പോൾ 2025 ഇന്ത്യയുടെയും അതുപോലെ തന്നെ മറ്റു പല രാജ്യങ്ങളിലെയൊക്കെ തന്നെ സമ്പദ് വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട ചില കണക്കുകളാണ് ഇവിടെ അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. അതായത് ഈ ആഗോള വരുമാന സൂചികയിൽ പുതിയതായിട്ട് അവർ ഫിക്സ് ചെയ്ത ത്രഷോൾഡ് അനുസരിച്ചിട്ട് പ്രതിശീർഷ വരുമാന കണക്കിൽ ഇന്ത്യയെക്കാളും മുകളിൽ വിയറ്റ്നാം, ഫിലിപ്പീൻസ്, ശ്രീലങ്ക ഈ പറഞ്ഞ 3 രാജ്യങ്ങൾ പ്രത്യേകിച്ച് അവരെ ഈ $4,636 എന്ന പുതിയ പരിധി മറികടന്ന് ഈ അപ്പർ മിഡിൽ ഇൻകം സെക്ഷനിലേക്ക് അവരുടെ രാജ്യത്തെ അവർക്ക് ഉയർത്താൻ സാധിച്ചു എന്നുള്ളതാണ്. ഇന്ത്യയെക്കാളിലും ഇന്ത്യ ഇന്ന് ലോകത്തിലെ സാമ്പത്തികമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യവും പിന്നെ അമേരിക്ക, ചൈന, ജർമ്മനി, ജപ്പാൻ ഇതുപോലുള്ള രാജ്യങ്ങൾക്ക് പിന്നിൽ നിൽക്കുന്ന ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയ്ക്കാണെന്ന് പറയുമ്പോൾ തന്നെയും ഈ പറഞ്ഞ ചെറിയ രാജ്യങ്ങളെ അപേക്ഷിച്ച് പ്രതിശീർഷ വരുമാനത്തിൽ വളരെ പിറകിലാണ്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ പോപ്പുലേഷൻ ഈ പറഞ്ഞ രാജ്യങ്ങളെക്കാളും വളരെ കൂടുതലാണ് എന്നുള്ളൊരു വസ്തുതയും കൂടെ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇന്ത്യയുടെ $2,800 തന്നെയാണ് പ്രതിശീർഷ വരുമാനം ഇപ്പോഴും. അതൊരു ലോവർ മിഡിൽ വരുമാന വിഭാഗത്തിലാണ് ഇന്ത്യ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നുവെച്ചാൽ 4,636 എന്നുള്ള വേൾഡ് ബാങ്ക് ഫിക്സ് ചെയ്ത പുതിയ ക്രൈറ്റീരിയ അല്ലെങ്കിൽ ത്രഷോൾഡ് മറികടന്നാൽ മാത്രമേ തീർച്ചയായിട്ടും ഈ പറഞ്ഞ അപ്പർ മിഡിൽ ഇൻകം സെക്ടറിലേക്ക് അല്ലെങ്കിൽ സെക്ഷനിലേക്ക് അല്ലെങ്കിൽ ആ ഒരു വിഭാഗത്തിലേക്ക് നമുക്ക് നമ്മുടെ രാജ്യത്തെ കൊണ്ടെത്തിക്കുവാൻ സാധിക്കത്തുള്ളൂ. ഇപ്പോഴും ഇന്ത്യയുടെ $2,800 എന്നുള്ള ഒരു പ്രതിശീർഷ വരുമാനം എന്നിട്ട് നമ്മുടെ ടോട്ടൽ GDPയെ നമ്മുടെ പോപ്പുലേഷൻ കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു സംഖ്യയാണ് പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ 2025 കണക്കാണെന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ 2025 റിപ്പോർട്ട് കണക്കുകളുടെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ വിയറ്റ്നാം എന്ന് പറയുന്ന രാജ്യം വളരെ ചെറിയ രാജ്യമാണ്. ഈ 3 രാജ്യങ്ങളും വളരെ ചെറിയ രാജ്യങ്ങളാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. ഇന്ത്യയോട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ശ്രീലങ്ക ഒട്ടുമേ ഇല്ല. വിയറ്റ്നാം $4,970, ഫിലിപ്പീൻസ് $4,850, ശ്രീലങ്ക $4,670. ശ്രീലങ്കയുടെ കാര്യം നമുക്കറിയാം. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അവർ സാമ്പത്തികമായിട്ടൊക്കെ വളരെയധികം പ്രതിസന്ധിയിലും സങ്കീർണതകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ നേരിട്ടുകൊണ്ടിരുന്ന ഒരു രാജ്യമാണ്. പക്ഷേ കഴിഞ്ഞ 2-3 വർഷക്കാലമായിട്ട് അവർക്ക് വളരെയധികം ശക്തമായിട്ട് അവർക്ക് സാമ്പത്തിക രംഗത്ത് അവർക്ക് ആ സ്റ്റെബിലിറ്റി കൈവരിക്കാനും അവർക്ക് ഈ ഒരു നേട്ടം കൈവരിക്കാനൊക്കെ സാധിച്ചെന്നുള്ളത് വളരെ പ്രശംസനീയമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഈ ലോകബാങ്കിൻ്റെ പുതിയ റിപ്പോർട്ടിൽ പ്രതിശീർഷ വരുമാനത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന അനുസരിച്ചാണ് നമുക്ക് ഈ 3 രാജ്യങ്ങളുടെ കണക്കുകൾ നമുക്കറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ 3 രാജ്യങ്ങളുടെയും സാമ്പത്തികമായിട്ട് വളർച്ച ഉണ്ടെങ്കിൽ മാത്രമേ പ്രതിശീർഷ വരുമാനവും ഇൻക്രീസ് ചെയ്തുള്ളൂ. കാരണം പോപ്പുലേഷൻ നമുക്കറിയാം, പോപ്പുലേഷൻ പെട്ടെന്ന് ഗണ്യമായിട്ട് ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ എന്തെങ്കിലും വർദ്ധിക്കത്തില്ല. അപ്പം ഈ രാജ്യത്തിൻ്റെയൊക്കെ തന്നെ സമ്പദ് വ്യവസ്ഥയ്ക്കും അവരുടെ GDPക്കും അല്ലെങ്കിൽ സാമ്പത്തിക രംഗത്തൊക്കെ നല്ല വളർച്ചയും കൂടെ അവർക്ക് കൈവരിക്കാൻ സാധിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ പറഞ്ഞ പ്രതിശീർഷ വരുമാനത്തിൽ അവർക്ക് വർധന ഉണ്ടായിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ 3 രാജ്യങ്ങളും വ്യത്യസ്തമായിട്ടുള്ള സമ്പദ് വ്യവസ്ഥകളാണ്. ഇപ്പോൾ വിയറ്റ്നാമും ഫിലിപ്പീൻസും ഏകദേശം നമുക്ക് ഒരു ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളായിട്ട് നമുക്ക് കണക്കാക്കാം. ശ്രീലങ്ക നമ്മളുടെ തൊട്ട രാജ്യമായിട്ടുള്ള രാജ്യമാണ്. ഇപ്പോൾ ശ്രീലങ്കയെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഈ പണ്ടവിടെ LTTE എന്നുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് 1970കളിലും ഒക്കെ തന്നെ ഏറ്റവും സാമ്പത്തികമായിട്ട് വളർച്ച പ്രാപിച്ചുകൊണ്ടിരുന്നൊരു രാജ്യമാണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ നമുക്ക് ലോകത്തിൻ്റെ പ്രത്യേകിച്ച് നമുക്ക് പോസ്റ്റ് വേൾഡ് വാർ 2 ജിയോ പൊളിറ്റിക്സ് നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ ആയിരിക്കും കൂടുതൽ പ്രശ്നങ്ങളുണ്ടാകുകയും ആ രാജ്യത്തിനെ തകർക്കുകയും സമ്പദ് വ്യവസ്ഥകളെ നിഷ്കരണം ഇല്ലാതാക്കുകയൊക്കെ ചെയ്യുന്ന യുദ്ധങ്ങളും സിവിൽ വാറുകളൊക്കെ തന്നെ ഇതുപോലുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ നമുക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അത് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വിയറ്റ്നാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടോട്ടലി എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള രാജ്യമാണ്, ചൈനയെ പോലെ തന്നെ.
അപ്പോൾ അവിടുത്തെ ഉൽപ്പാദന മേഖല ആണ് വിയറ്റ്നാമിൻ്റെ കരുത്ത്. നമുക്കറിയാം ഇന്ത്യക്കാളിലും എക്സ്പോർട്ട് ഇപ്പോൾ അമേരിക്കയും കള്ളോ ട്രേഡിലൊക്കെ ഇന്ത്യക്കാളിലും കൂടുതൽ എക്സ്പോർട്ട് സർപ്ലസ് ഉള്ള ഈ ട്രേഡ് സർപ്ലസ് ഉള്ള രാജ്യമാണ് വിയറ്റ്നാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്തുമാത്രം ട്രേഡ് അമേരിക്ക എന്ന് പറഞ്ഞൊരു രാജ്യമായിട്ട് മാത്രം നടത്തുന്നുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ നമുക്ക് ചൈനയെപ്പോലെ വലിയ രാജ്യമല്ലെങ്കിൽ തന്നെയും വളരെ ഈ സപ്ലൈ ചെയിൻ മാനുഫാക്ചറിങ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള വളരെ അത്ഭുതകരമായിട്ടുള്ള വളർച്ച കൈവരിച്ച ഒരു രാജ്യം, അല്ലെങ്കിൽ ഈ മാനുഫാക്ചറിങ്ങിൽ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്ക് വെല്ലുവിളി. ഇന്ത്യ ചൈനയോട് കോമ്പീറ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ വിയറ്റ്നാമിനെ കോമ്പീറ്റ് ചെയ്ത് പിന്നിലാക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പുള്ളൊരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഉൽപ്പാദന മേഖല അവരെ സംബന്ധിച്ച് വളരെ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള മാനുഫാക്ചറിങ് അവരുടെ കരുത്തതാണ് ശരിക്കും പറഞ്ഞത്. 2021 മുതൽ പ്രതിവർഷം ശരാശരി 10% വളർച്ചയാണ് പ്രതിശീർഷ ദേശീയ വരുമാനത്തിൽ രേഖപ്പെടുത്തിയത്. അപ്പോൾ അതൊക്കെ നല്ല വളർച്ചയാണ് അവരെ സംബന്ധിച്ച്. അപ്പോൾ അതുപോലെ സാമ്പത്തികമായിട്ട് അവർക്ക് വളരാൻ സാധിച്ചുകൊണ്ടാണ് 2024-25 വിയറ്റ്നാമിൻ്റെ കയറ്റുമതി 15%-ലധികം വളരുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ മേഖലകളിലൊക്കെ തന്നെ അവർക്ക് നല്ല വളർച്ച കൈവരിക്കാൻ സാധിച്ചത് കൊണ്ടാണ് അവരുടെ പ്രതിശീർഷ വരുമാനവും വർദ്ധിച്ചതെന്നാണ് വേൾഡ് ബാങ്കിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഫിലിപ്പീൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏതെങ്കിലും പ്രത്യേക മേഖല മാത്രം കേന്ദ്രീകരിച്ചല്ല അവരുടെ വളർച്ച സൂചിപ്പിക്കുന്നത്, മറിച്ച് ഒരു ബ്രോഡായിട്ടുള്ള അല്ലെങ്കിൽ വിശാലാടിസ്ഥാനത്തിലുള്ള വളർച്ചയാണ് ഫിലിപ്പീൻസിനെ ഈ പറഞ്ഞൊരു പ്രതിശീർഷ വരുമാനം അവരുടെ രാജ്യത്തെ വർദ്ധിപ്പിക്കാൻ അവർക്ക് സാധിച്ചിട്ടുള്ളത്. ശരാശരി 5.8% GDP വളർച്ചയിലേക്ക് വിവിധ സമ്പദ് വ്യവസ്ഥയിലെ വിവിധ മേഖലകളുണ്ട്. നമുക്കിപ്പം സർവീസ് മാനുഫാക്ചറിങ് സെക്ടറുണ്ട്, സർവീസ് സെക്ടറുണ്ട്. മാനുഫാക്ചറിങ് തന്നെ ഒത്തിരി സെക്ടേഴ്സ് ഉണ്ടല്ലോ. ഇപ്പം ഇലക്ട്രോണിക്സ് ഉണ്ട്, ഗാർമെൻറ്റ്സ് ഉണ്ട്, ടെക്സ്റ്റൈൽ, ഓട്ടോമൊബൈലുണ്ട്, പെയിൻ്റ് ഉണ്ട്, സിമൻ്റ് ഉണ്ട്, സ്റ്റീലുണ്ട്. അങ്ങനെ ഒത്തിരി നിരവധി ഒരു ചെറിയ രാജ്യമായതുകൊണ്ട് അതിനകത്തൊരു ലിമിറ്റേഷൻ കാണും. എന്നാൽ തന്നെയും ഇന്ത്യ പോലുള്ള അല്ല ചൈനയെ പോലുള്ള വലിയ രാജ്യങ്ങൾക്കൊക്കെ അമേരിക്ക പോലുള്ള വലിയ രാജ്യങ്ങളൊക്കെ അതിൻ്റെ ഒട്ടനവധി സെക്ടേഴ്സ് ഉണ്ട്. അപ്പം ഈ പറഞ്ഞ വിവിധ മേഖലകളിൽ സമ്പദ് വ്യവസ്ഥ വിവിധ മേഖലകളിലൊക്കെ തന്നെ അവർക്ക് 5.8%-ലധികം GDP വളർച്ച കൈവരിക്കാൻ സാധിച്ചാണ് ഫിലിപ്പീൻസിനെ സംബന്ധിച്ച് അവർക്ക് ഈ ഒരു പ്രതിശീർഷ വരുമാനം ഉയർത്താൻ സാധിച്ചത്. ശ്രീലങ്കയെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു നേരത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കേവലം കഴിഞ്ഞ 3 വർഷം കൊണ്ടാണ് ഇപ്പോൾ ശ്രീലങ്ക ഈ അത്ഭുതകരമായിട്ടുള്ള തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നത്. അവിടെ ഏകദേശം പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റിയൊക്കെ ആയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ സാമ്പത്തിക വളർച്ച ഇക്കണോമിക് ഗ്രോത്ത് 5% നിരക്കിലും പ്രതിശീർഷ ദേശീയ വരുമാനത്തിൽ 11%-ലും ഈ പറഞ്ഞ കുതിപ്പ് അല്ലെങ്കിൽ വളർച്ച അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ രാജ്യങ്ങളൊക്കെ തന്നെ സാമ്പത്തികമായിട്ട് വളരുന്നു അല്ലെങ്കിൽ നല്ല വളർച്ച കൈവരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് നമുക്കറിയാം ഇപ്പോഴും ഇന്ത്യയുടെ ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ ഇന്ത്യ സാമ്പത്തികമായിട്ട് വളരുന്നുണ്ട് എങ്കിൽ തന്നെയും നമുക്കറിയാം അത് എപ്പോഴും നമ്മൾ പറയുന്നത് അത് സഫിഷ്യൻ്റ് അല്ല. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഗ്രോത്ത് റേറ്റോ അല്ലെങ്കിൽ ഈ ഒരു പേസ്, ഈ ഒരു സ്പീഡ് നമുക്ക് സഫിഷ്യൻ്റ് അല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് നമുക്ക്. അപ്പോൾ അത് നമുക്ക് ആഭ്യന്തരമായിട്ടല്ല നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ വളർച്ച ഉണ്ടാകണമെങ്കിൽ നമുക്ക് ഒട്ടനവധി റിഫോംസ്, സാമ്പത്തിക പരിഷ്കാരങ്ങൾ നമുക്കിനിയും ഉണ്ടാക്കിയെടുക്കാനുണ്ട്. അല്ലെങ്കിൽ നമുക്ക് മാറ്റങ്ങൾ, സമ്പദ് വ്യവസ്ഥയിൽ ഒത്തിരി മാറ്റങ്ങൾ നമുക്കിനിയും സ്ട്രക്ചറലായിട്ടുള്ള ചേഞ്ചസ് ഇഷ്ടംപോലെ നമുക്ക് വരുത്തിയെടുക്കാനുണ്ട് എന്നുള്ളത് സ്പഷ്ടമാണ്. പക്ഷേ ഇന്ത്യയിൽ ഇതൊക്കെ വളരെ മെല്ലപ്പോക്ക് നയം ആണ് ഇപ്പോഴും നമ്മൾ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഒരു കുതിച്ചുചാട്ടം വളരെ എന്താണ് പറയുന്നത് അതൊരു പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല നമുക്ക്. ഇപ്പോൾ ചൈന റിഫോം ചെയ്തതുപോലെ അല്ലെങ്കിൽ മറ്റീ പറഞ്ഞ രാജ്യങ്ങളൊക്കെ തന്നെ റിഫോംസിൽ കൂടുതൽ അഗ്രഷൻ കാണിക്കുന്ന പോലെ ഇന്ത്യ അത്രയും അഗ്രസീവ് അല്ല റിഫോംസിലെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് 91 മുതൽ നമ്മൾ ലിബറലൈസ് ചെയ്ത് തുടങ്ങിയ ടൈം മുതൽ ഇങ്ങോട്ട് ഈ ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ ഇപ്പം നമ്മൾ സംസാരിക്കുന്ന ഈ ഒരു സമയം വരെ അങ്ങനെ തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്ത്യ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്, പക്ഷേ അത് വളരെ ഗ്രാജുവലാണ്, വളരെ സ്ലോ പേസ്ഡ് അല്ലെങ്കിൽ സ്ലോ മൂവിങ് ആണ് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഇന്ത്യക്ക് തീർച്ചയായിട്ടും ഈ സാമ്പത്തിക വളർച്ചയിൽ ഇത്രയും നമ്മൾ വളരെ സ്ലോ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ തീർച്ചയായും നമ്മൾ കണ്ണും പൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ചൈനയെ പോലൊക്കെ നമ്മൾ റിഫോംസിലൊക്കെ അത്രയും അഗ്രഷൻ കാണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഇത് കൂടുതൽ സാമ്പത്തിക വളർച്ച കൈവരിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ നോ ഡൗട്ട് അറ്റ് ഓൾ. അപ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചാ നിരക്ക് ആഗോളതലത്തിൽ ഇപ്പം മുൻപന്തിയിൽ നിൽക്കുന്നതാണെങ്കിൽ തന്നെയും ജനസംഖ്യ നമുക്ക് കണക്കിലെടുക്കുമ്പോൾ ഈ പ്രതിശീർഷ വരുമാനം നമുക്ക് അതിൻ്റെ ശരാശരി എപ്പോഴും ബാധിക്കില്ല. നമുക്കത് ആവറേജ് എടുക്കുമ്പോൾ എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ നമുക്ക് അനുഭവപ്പെടുന്നത്. ഇപ്പം ഒരു
10 പേർക്ക് 100 മാർക്ക്. അപ്പം ഈ 100 മാർക്ക് നിലനിർത്തിക്കൊണ്ട് 11 പേർക്ക് 100 മാർക്കാകുമ്പോൾ ആ ശരാശരി എപ്പോഴും കുറയുമല്ലോ തീർച്ചയായിട്ടും. അപ്പോൾ അതുപോലെയാണ് ഇന്ത്യയുടെ ഒരു പോപ്പുലേഷൻ കൂടുന്നത് കൊണ്ട് 10 എന്നുള്ള പോപ്പുലേഷൻ 11 ആയി. പക്ഷേ 100 എന്നുള്ള ഒരു എന്താണ് പറയുന്നത്, ആ ഒരു ക്രൈറ്റീരിയ അല്ലെങ്കിൽ ആ ഒരു മെഷർ, അതിനകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കുന്ന ശരാശരി എപ്പോഴും കുറവായിരിക്കും. അല്ലെങ്കിൽ 100 എന്നുള്ളത് വളരെ ഗണ്യമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത് പോപ്പുലേഷൻ വലിയൊരു വിഷയമാണ്. അറ്റ് ദ സെയിം ടൈം നമ്മുടെ സാമ്പത്തിക വളർച്ച കാര്യമായ രീതിയിൽ അത്ഭുതകരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ എന്താണ് നമുക്കൊരു റെവല്യൂഷണറി ചേഞ്ചസ് ഒന്നും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നില്ല. വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് വളരെ ഗ്രാജുവലായിട്ടുള്ള ഒരു വളർച്ച മാത്രമേ ഉള്ളൂ നമുക്കെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഈ പറഞ്ഞ പ്രതിശീർഷ വരുമാനം എപ്പോഴും ലോവർ ഇൻകം ഗ്രൂപ്പിൽ തന്നെ നിലനിൽക്കുന്നതാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ആഗോളതലത്തിൽ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ വളരുന്നൊരു സമ്പദ് വ്യവസ്ഥയൊക്കെയാണ്. പക്ഷേ 140 കോടിയിൽ പരം ജനങ്ങൾ ഉള്ള ഈ രാജ്യത്ത് ഇതിൻ്റെ മൊത്തം വരുമാനത്തെ ഈ ജനസംഖ്യ കൊണ്ട് നമ്മൾ വിഭജിക്കുമ്പോൾ പ്രതിശീർഷ വരുമാനം എപ്പോഴും സ്വാഭാവികമായിട്ടും കുറയും. കാരണം പോപ്പുലേഷന് നല്ല വർധനവും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ വളർച്ച ഉണ്ടാകുന്നില്ല. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മൾ ഓരോ വർഷവും ഈ പ്രതിശീർഷ വരുമാനത്തിൻ്റെ കണക്കെടുക്കുമ്പോൾ അതിനകത്ത് കാര്യമായിട്ടുള്ള സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ളൊരു വളർച്ചാ നിരക്ക് അതിനകത്ത് രേഖപ്പെടുത്തി കാണുവാൻ നമുക്ക് കഴിയില്ല എന്നുള്ളതാണ് ഇതിനകത്തിലെ യാഥാർത്ഥ്യം. അപ്പോൾ ഈ ജനസംഖ്യ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ആഭ്യന്തര വിപണിക്ക് കരുത്ത് പകരുക. കാരണം എപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ കരുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റാണ്. കാരണം നമ്മൾ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് അല്ല അത്രയ്ക്ക്. ഇപ്പോൾ ചൈനയെ പോലെ, വിയറ്റ്നാമിനെ പോലെ, അല്ലെങ്കിൽ സൗത്ത് കൊറിയ, ജപ്പാൻ, ഈ പറഞ്ഞ തായ്വാൻ, ഈ പറഞ്ഞ രാജ്യങ്ങളെപ്പോലെ ഒന്നും തന്നെ നമ്മൾ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് അല്ല. നമ്മൾ നമ്മുടെ ഡൊമസ്റ്റിക് എക്കോണമിയെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥ മോറോർലെസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും റിഫോംസിൽ നമ്മൾ കൂടുതൽ അത്ര വലിയ ശുഷ്കാന്തി കാണിക്കാത്തെന്നുള്ളതായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു കരുത്താണെങ്കിൽ, സ്ട്രോങ് പോയിൻ്റ് ആണെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെങ്ത് ആണെങ്കിൽ തന്നെയും പ്രതിശീർഷ വരുമാനം എന്നുള്ള കണക്കെടുക്കുമ്പോൾ അത് നമുക്കൊരു പരിമിതി സൃഷ്ടിക്കുന്നൊരു കാര്യമാണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ ഇന്ത്യയിൽ തന്നെ തമിഴ്നാടും കേരളവും ഇതിനകത്തിൽ എടുത്തു പറയുന്ന 2 സംസ്ഥാനങ്ങളാണ്. അതായത് ഇന്ത്യയുടെ ആഭ്യന്തര സാമ്പത്തിക ഭൂപടം നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഈ ഇൻറ്റേർണലായിട്ട് നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തിലെ ചിത്രവും വ്യത്യസ്തമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ഇവിടെ നമുക്ക് ഈ പറഞ്ഞ ഏറ്റക്കുറച്ചിലുകളുണ്ട്. കാരണം പല സംസ്ഥാനങ്ങളിലും ഈ പറഞ്ഞ പ്രതിശീർഷ വരുമാനം കുറവാണ്, ചില സംസ്ഥാനങ്ങൾ കൂടുതലാണ്. ഒത്തിരി ഗണ്യമായിട്ടുള്ള ഗ്യാപ്പ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു പ്രത്യേക രാജ്യമായിട്ടോ സമ്പദ് വ്യവസ്ഥയായിട്ടോ എടുത്തു കഴിഞ്ഞാൽ തന്നെ തമിഴ്നാട് ഇപ്പോൾ തന്നെ ലോകബാങ്കിൻ്റെ കണക്കനുസരിച്ച് അപ്പർ മിഡിൽ വരുമാന പരിധിയെ മറികടന്നിട്ടുണ്ട്. തമിഴ്നാട് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിനെ മാത്രം. ഇപ്പോൾ നമ്മൾ തമിഴ്നാടിനൊരു രാജ്യമായിട്ടോ ഒരു സമ്പദ് വ്യവസ്ഥയായിട്ടോ നമ്മൾ കണക്കിലെടുക്കുകയാണെങ്കിൽ നിലവിലെ തമിഴ്നാടിൻ്റെ ഈ പറഞ്ഞ പ്രതിശീർഷ വരുമാനം ഏകദേശം $6,364. അപ്പോൾ അത് നമ്മൾ പറഞ്ഞ ഫിലിപ്പീൻസ്, വിയറ്റ്നാം, ശ്രീലങ്ക ഈ പറഞ്ഞ രാജ്യങ്ങളെക്കാളും കൂടുതലാണ് പ്രതിശീർഷ വരുമാനം തമിഴ്നാടുണ്ട്. അപ്പോൾ ഒരു എക്കോണമിയായിട്ട് അല്ലെങ്കിൽ രാജ്യമായിട്ട് നിലനിൽക്കുകയാണെങ്കിൽ തന്നെ ഈ പറഞ്ഞ രാജ്യങ്ങളെക്കാളൊക്കെ ഒത്തിരി മുൻപിലാണ് തമിഴ്നാട് എന്ന സ്റ്റേറ്റ് ഇന്ത്യക്കകത്തുള്ളത്, മനസ്സിലായില്ല. അപ്പോൾ ഇത് വിയറ്റ്നാമിൻ്റെയും ഫിലിപ്പീൻസിൻ്റെയും ശ്രീലങ്കയുടെയൊക്കെ തന്നെ പ്രതിശീർഷ വരുമാനം നമ്മൾ കണക്കിലെടുക്കുമ്പോൾ അതിനേക്കാളും ഉയർന്ന നിരക്കാണ്. ഏകദേശം ഈ വർഷം അവസാനത്തോടുകൂടി ഇപ്പോൾ $6,364. ഈ വർഷം അവസാനത്തോടുകൂടി $6,500 എന്നാണ് വേൾഡ് ബാങ്കിൻ്റെ റിപ്പോർട്ടുകൾ. വേൾഡ് ബാങ്ക്, IMF ഒക്കെ രാജ്യത്തിൻ്റെ മാത്രമല്ല, രാജ്യത്തിനകത്തുള്ള ഈ പറഞ്ഞ മുക്കും മൂലയെല്ലാം അവർ അരിച്ചുപിറക്കി റിസർച്ച് നടത്തുകയും പഠനങ്ങൾ നടത്തുകയും ഒക്കെ തന്നെ ചെയ്യുന്ന ടീമുകളാണ്. കാരണം അവർക്ക് അതിൻ്റെ ആവശ്യമുണ്ട്. കാരണം ലോകത്തെ ക്രമീകരിക്കാനും ലോകത്തെ നിയന്ത്രിക്കാനും ഒക്കെ തന്നെ അവർക്ക് ഇത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് അവർ തീർച്ചയായിട്ടും ഈ പണിയൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് അറിയാൻ സാധിക്കും. അപ്പം ഇന്ത്യയിൽ ഇത്രയും ഈ പ്രതിശീർഷ വരുമാനമുള്ള സംസ്ഥാനം നിലനിൽക്കുമ്പോഴും മറ്റ് പ്രതിശീർഷ വരുമാനം വളരെ കുറവുള്ള സംസ്ഥാനങ്ങളുമുണ്ട്. പ്രാദേശിക അസമത്വം എന്ന് പറയും. നമുക്ക് ഇൻറ്റേർണൽ ഒരു ഡിസ്പാരിറ്റി എന്നോ അല്ലെങ്കിൽ ഇനിക്വാലിറ്റി എന്നൊക്കെ പറയാൻ പറ്റും. അപ്പോൾ അതൊരു വെല്ലുവിളിയാണ് ശരിക്കും പറഞ്ഞാൽ. ഇന്ത്യയിലെ വരുമാനം അസമത്വം, സംസ്ഥാനങ്ങൾ തമ്മിൽ ഉള്ള വരുമാന അസമത്വം വളരെ അന്തരം സൃഷ്ടിക്കുന്നുണ്ട്. കാരണം ഭയങ്കര ഹ്യൂജ് ഗ്യാപ്പാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ ബീഹാർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ $950 ഉള്ളൂ. വളരെ പൂറായിട്ടുള്ളൊരു രാജ്യമായിട്ട് നമുക്ക് കണക്കാക്കേണ്ടി വരും. ഉത്തർപ്രദേശിൽ നിന്ന് $1,600 പ്രതിശീർഷ വരുമാനമേ ഉള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ സംസ്ഥാനങ്ങളൊക്കെ നമ്മൾ താഴ്ന്ന വിഭാഗത്തിൽ, ഏറ്റവും താഴ്ന്ന വിഭാഗത്തിലാണ് നിൽക്കുന്നത്. പക്ഷേ തമിഴ്നാടും കേരളവും ഒക്കെ തന്നെ ഉയർന്ന പ്രതിശീർഷ വരുമാനം നിലനിർത്തുന്നുണ്ട്. കേരളവും പ്രതിശീർഷ വരുമാനത്തിൽ ഉയർന്ന ഒരു തലത്തിലാണ്.
നിൽക്കുന്നത്. കേരളത്തിൻ്റെ പ്രതിശീർഷ വരുമാനം ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ കേരളവും തമിഴ്നാടും ഈ പറഞ്ഞ കാര്യത്തിൽ ഉയർന്ന ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഈ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് അപ്പം നിലനിർത്തുന്നതോടൊപ്പം തന്നെ ആഭ്യന്തര അസമത്വം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനങ്ങളായിട്ട്, എന്ന് വെച്ചാൽ നമ്മൾ ആ സംസ്ഥാനത്തിൻ്റെ ഇന്ത്യയിലായിട്ടുള്ള ഇൻട്രാസ്റ്റേറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, സംസ്ഥാനത്തിനകത്ത് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അസമത്വം ഏറെക്കുറെ കുറവുള്ള സംസ്ഥാനങ്ങളായിട്ടാണ് നമുക്ക് കേരളത്തെയും തമിഴ്നാടിനെയൊക്കെ കണക്കാക്കുന്നത്. അപ്പോൾ ഇവിടെ ആ അസമത്വം ഇല്ലെന്നല്ല പറയുന്നത്, പൂർണ്ണമായിട്ടും ഇല്ലെന്നല്ല പറയുന്നത്, പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള വളർച്ച എപ്പോഴും എല്ലാ തട്ടുകളിലേക്കും ഒരുപോലെ എത്തിച്ചേരുന്നുള്ളതിൻ്റെ തെളിവാണ്. ഇപ്പോൾ ഇന്ത്യയിൽ സംബന്ധിച്ച് നമ്മൾ ഇന്ത്യ മൊത്തം എടുക്കുകയാണെങ്കിൽ അങ്ങനെയില്ല. ഇപ്പോൾ ഇന്ത്യയിൽ ഒരു രൂപയുടെ GDPയുടെ വളർച്ച ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മളതിന് എന്താണ് ഒരു ഫെയർ ഡിസ്ട്രിബ്യൂഷൻ ഇല്ല ഒരിക്കലും. ഫെയർ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യത്തിന് ഈ പറഞ്ഞ ശരിയായിട്ടുള്ള വികസനം സംഭവിക്കത്തുള്ളൂ. കാരണം എല്ലാ ജനങ്ങളും പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ തന്നെയും മെജോറിറ്റി ആൾക്കാർക്കും ഈ വളർച്ചയുടെ ഗുണം എത്തിച്ചേരണം. അല്ലെങ്കിൽ എല്ലാ ജനങ്ങളിലേക്കും ഈ വളർച്ചയുടെ നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ വളരുന്നതനുസരിച്ചിട്ട് അതിൻ്റെ ഫലം എല്ലാ ജനങ്ങൾക്കും ഉണ്ടാകണം. അല്ലെങ്കിൽ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിന് ഒരു ഉണർവും ഉന്മേഷവും ശരിക്കും നമ്മൾ വളരുന്നു അല്ലെങ്കിൽ ഒരു സാമ്പത്തികമായി വികസിക്കുന്ന രാജ്യമായി മാറുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇവിടെ സമ്പത്തിന് വളർച്ചയൊന്നുണ്ടാകുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ഭൂരിഭാഗവും വളരെ കുറച്ച് ആൾക്കാരുടെ കൈകളിലേക്കാണ് എത്തിച്ചേരുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഇന്ത്യയെക്കുറിച്ച് നമുക്ക് പറയുമ്പോൾ നമുക്ക് വ്യക്തമാക്കാനുള്ളത്. ലോകത്തെ എല്ലാ രാജ്യത്തും അസമത്വങ്ങളുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. റിച്ച് ആൻഡ് പുവർ ഡിവൈഡ് എല്ലാ രാജ്യങ്ങളിലും വളരെ കൂടുതലാണ്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഇന്ത്യയിൽ മാത്രമല്ല. പക്ഷേ എന്നാലും നമുക്ക് ഈ ഇന്ത്യ എന്നല്ല നമ്മുടെ കൺസേൺ. അപ്പോൾ ഇന്ത്യയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇതൊരു കൃത്യമായിട്ടുള്ളൊരു യാഥാർത്ഥ്യമാണ് എന്നുള്ളത്. അപ്പോൾ അതിനകത്തിൽ ആ മാറ്റങ്ങൾ വരുത്തുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഗവൺമെൻറ് തന്നെയാണ്. കാരണം ഗവൺമെൻറ് ക്രിയാത്മകമായിട്ടുള്ള നയങ്ങളിൽ കൂടെയും പരിപാടികളിൽ കൂടെയൊക്കെ തന്നെയാണ് ഈ പറഞ്ഞ ഒരു അസമത്വത്തെ ഇല്ലാതാക്കുകയോ അല്ലെങ്കിൽ അസമത്വത്തിന് അതിനെ മിനിമൈസ് ചെയ്യാനൊക്കെ ശ്രമിക്കേണ്ടത്. പക്ഷേ ഗവൺമെൻറ് തീർച്ചയായിട്ടും അത്ര ശുഷ്കാന്തിയൊന്നും, ഏത് ഗവൺമെൻറ് ഇവിടെ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ അവർ അത്ര ശുഷ്കാന്തിയൊന്നും കാണിക്കാറില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ വിയറ്റ്നാമിൻ്റെയും ഫിലിപ്പീൻസിൻ്റെയും ഒക്കെ തന്നെ ഈ ട്രാക്ക് റെക്കോർഡ്, ഇങ്ങനെ ഇത്രയുള്ള വളർച്ച, അത്ഭുതകരമായിട്ടുള്ള വളർച്ച, അല്ലെങ്കിൽ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഈ വളർച്ച എന്ന് പറഞ്ഞാൽ അവരുടെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്, ആസൂത്രണം, അതുപോലെ തന്നെ സമഗ്രമായിട്ടുള്ള വളർച്ച. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇന്ത്യയിലും നമുക്കൊരു ദശാബ്ദ കാലത്തിനുള്ളിൽ തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ റിഫോംസൊക്കെ കറക്റ്റായിട്ട് വേണ്ട രീതിയിൽ കൃത്യമായിട്ട് ഈ സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻ്റ് എന്നൊക്കെ പറയും, സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റും അല്ലെങ്കിൽ സിസ്റ്റമിക് അഡ്ജസ്റ്റ്മെൻറ്റ്, കൃത്യമായിട്ടുള്ള റിഫോംസും പ്ലാനിങ്ങും അതുപോലെ തന്നെ വികസനത്തിൻ്റെ ഗുണം എല്ലാ തട്ടുകളിലേക്കും എത്തുവാൻ കഴിയുന്ന തരത്തിൽ ഗവൺമെൻറ്റിൻ്റെ നയങ്ങളും പ്രോഗ്രാംസും ഒക്കെ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഒരു ദശാബ്ദക്കാലത്തിനുള്ളിൽ നമുക്ക് ഈ ഒരു അന്തരം അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു കുറവിനെ നമുക്ക് നികത്തുവാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ഉയർന്ന ഒരു വരുമാന പരിധിയിലൊക്കെ ഇന്ത്യയെ നമുക്ക് ഉയർത്തുവാൻ കഴിയും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശ്രീലങ്കയെ സംബന്ധിച്ച് പ്രതിസന്ധിയൊക്കെ നമ്മളൊക്കെ മനസ്സിലാക്കാൻ നമുക്കറിയുന്നതാണ്. കഴിഞ്ഞ കുറേ കാലമായിട്ട് അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ ആ പ്രതിസന്ധികളൊക്കെ അവർ തരണം ചെയ്തിട്ട് അതിവേഗം വളരാൻ കഴിയുമെന്നുള്ളതും ശ്രീലങ്ക തെളിയിച്ച് കഴിഞ്ഞു. അതുകൊണ്ടാണ് അവരുടെയും പ്രതിശീർഷ വരുമാനത്തിൽ വളരെ എന്താണ് പറയുന്നത് അത്ഭുതകരമായിട്ടുള്ള വളർച്ച ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ മുന്നിൽ ഒത്തിരി വെല്ലുവിളികളുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ആ വെല്ലുവിളികൾ നമുക്കിവിടെ ഇരിക്കുന്ന ഗവൺമെൻറ്റുകൾക്ക് ഇപ്പോൾ നമുക്കറിയാം സംസ്ഥാന തലത്തിൽ തന്നെയായാലും ഇപ്പോൾ തമിഴ്നാട് നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമായിട്ട് തമിഴ്നാട്ടിൽ ഈ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് വളരെ കൂടുതലാണ്. കേരളത്തിൽ അതുപോലുള്ള ഇൻഡസ്ട്രിയൽ ഗ്രോത്തൊന്നുമില്ല. നമുക്ക് മറ്റു പല രീതികളിൽ കൂടെയാണ് നമ്മുടെ എക്കോണമി റൺ ചെയ്യുന്നത്. തമിഴ്നാടിനെ പോലെ ഉള്ളൊരു എന്താണ് മോഡൽ ഓഫ് ഇക്കണോമിക് ഗ്രോത്ത് അല്ല കേരളത്തിനുള്ളതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പം ഇന്ത്യക്ക് ഒത്തിരി വെല്ലുവിളികളുണ്ട്. ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥ വളരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അല്ല പ്രശ്നം. മറിച്ച് ഈ സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്ന സമ്പദ് വ്യവസ്ഥയിലുണ്ടാകുന്ന വളർച്ച. ഇപ്പോൾ 1 രൂപയുടെ GDP വർധന ഉണ്ടാകുമ്പോൾ ഈ 1 രൂപ നമ്മുടെ വെൽത്ത് ഇൻക്രീസ് ചെയ്യണമെങ്കിലോ, അപ്പോൾ അങ്ങനെ വർദ്ധിച്ച വെൽത്തിനെ തുല്യമായിട്ട് വിതരണം ചെയ്യാൻ സാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം. അത് ഒരിക്കലും ഇന്ത്യയിൽ നടക്കുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്.
അപ്പോൾ ബീഹാറിനെ പോലെ ഒത്തിരി പുറകിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളും തമിഴ്നാടിനെ പോലെ വളരെ വേഗത്തിൽ സാമ്പത്തികമായിട്ട് മുന്നോട്ട് കുതിക്കുന്ന സംസ്ഥാനങ്ങളും തമ്മിലുള്ള അകലം ഈ നമ്മളുടെ രാജ്യത്തിൻ്റെ ശരിക്കുള്ളൊരു വീക്ക്നെസ്സാണ്, നമ്മുടെ വലിയൊരു വെല്ലുവിളിയായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് കുറയ്ക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ആര് ഭരണത്തിൽ വന്നാലും അവരുടെ ഒരു നേരിടേണ്ട ഏറ്റവും വലിയൊരു, അല്ലെങ്കിൽ അവർ നേരിടുന്ന ഏറ്റവും വലിയൊരു അഗ്നിപരീക്ഷ എന്നുള്ളത്. പിന്നെ നമുക്കറിയാം ബീഹാർ, ഉത്തർപ്രദേശ് ഇതുപോലുള്ള സംസ്ഥാനങ്ങൾ, വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ തന്നെ ഇന്ത്യയിലെ പൊളിറ്റിക്കലി വളരെ വൾണറബിളായിട്ടുള്ള, അതുപോലെ തന്നെ എല്ലായിടം പൊളിറ്റിക്സ് ഉണ്ട്, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും പൊളിറ്റിക്സ് ഉണ്ട്. എന്നാൽ തന്നെയും നമുക്ക് എന്തുകൊണ്ട് അവിടെ സാമ്പത്തികമായിട്ടുള്ള വളർച്ച ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ കാര്യമാത്രമായിട്ടുള്ള ഈ മാറ്റങ്ങൾ, റിഫോംസൊക്കെ തന്നെ ഇതുപോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് പൊളിറ്റിക്കൽ കറപ്ഷൻസും ഒക്കെ തന്നെ കൊടികുത്തി വാഴുന്ന സംസ്ഥാനങ്ങളൊക്കെ തന്നെയാണ്. റിലീജിയൻ, കാസ്റ്റ് ഇതിൻ്റെയൊക്കെ കൂത്തരങ്ങും പൊളിറ്റിക്കൽ കറപ്ഷൻ്റെയൊക്കെ തന്നെ ഈറ്റില്ലമായിട്ടുള്ള ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ സാമ്പത്തികമായിട്ടുള്ള വളർച്ച ഉണ്ടാകുകയും ഉണ്ടാകുന്ന സാമ്പത്തിക വളർച്ച ഈക്വലായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുകയൊക്കെ ചെയ്യുന്നത് വളരെ വലിയൊരു വെല്ലുവിളിയാണ്. അത് എത്രത്തോളം നമുക്കതിനെ പെട്ടെന്ന് ഈ പറഞ്ഞ ഒരു കാലഘട്ടത്തിൽ നമുക്കതിനെ എന്താണ് പറയുന്നത് മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ളത് വളരെ സംശയകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ രണ്ട് വിഭാഗം സംസ്ഥാനങ്ങളെയും ഒരേപോലെ, പ്രത്യേകിച്ച് നമുക്ക് ലോവർ ഇൻകം ഗ്രൂപ്പിലുള്ള ബീഹാർ, ഉത്തർപ്രദേശ് പോലുള്ള മറ്റ് ഒട്ടനവധി സംസ്ഥാനങ്ങളുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ആ സംസ്ഥാനങ്ങളെയൊക്കെ തന്നെ ഈ തമിഴ്നാടിനെ പോലെ അല്ലെങ്കിൽ കേരളത്തെ പോലെ ഈ അപ്പർ മിഡിൽ ഇൻകം സ്റ്റേജിലേക്ക് വന്നിട്ടുള്ള സംസ്ഥാനങ്ങളോടൊപ്പം തന്നെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ട് വരിക എന്നുള്ളത് വളരെ കേന്ദ്രവും അവിടെ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഭരിക്കുന്ന സംസ്ഥാന ഗവൺമെൻറ് ഒക്കെ തന്നെ വളരെ ക്രിയാത്മകമായിട്ട് വിചാരിച്ചാൽ മാത്രം നടക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ത്യ നേരിടുന്ന വെല്ലുവിളികൾ എന്നാണ് നമുക്ക് തൽക്കാലം പറയാനുള്ളത്. അപ്പോൾ ഇതൊരു ഇന്ത്യയെ സംബന്ധിച്ച് നമുക്കറിയാം, ഈ വളർച്ച ഒരിക്കലും നമുക്ക് ഇനഫല്ല. ശരിക്കും പറഞ്ഞാൽ ഈ റേറ്റ് ഓഫ് ഗ്രോത്തിലും അല്ലെങ്കിൽ ഈ ഒരു സ്പീഡിലും നമ്മൾ വളരുക എന്നുള്ളത് നമുക്ക് ഒരിക്കലും ഇനഫല്ല എന്നുള്ള കാര്യം വളരെ ഉറപ്പാണ്. ഇനിയും നമുക്ക് ഒത്തിരി റിഫോംസ് ഇന്ത്യയിൽ സാമ്പത്തിക രംഗത്ത് ഉണ്ടാക്കിയെടുക്കാനുണ്ട്. എന്തുകൊണ്ട് ഗവൺമെൻറ് കലാകാലങ്ങളായി മാറിയിരുന്ന ഗവൺമെൻറ്റുകൾ അതിന് തയ്യാറാകുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇവിടുത്തെ പൊളിറ്റിസൈസേഷൻ, രാഷ്ട്രീയവൽക്കരണവും ഇലക്ട്രൽ പൊളിറ്റിക്സും ഒക്കെ കൊണ്ട് തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും. കാരണം പല മേഖലകളിലും ഈ പറഞ്ഞ കൃത്യമായിട്ടുള്ള ഈ സാമ്പത്തിക പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജനങ്ങളെ അവർക്ക് വെറുപ്പിക്കുന്ന രീതിയിലുള്ള പരിഷ്കാരങ്ങളും പദ്ധതികളൊക്കെ തന്നെ. ഇപ്പോൾ ചൈനയെ സംബന്ധിച്ച് അവർക്ക് മേലും കീഴും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മളും അവരും തമ്മിലുള്ള പൊളിറ്റിക്കൽ സിസ്റ്റം വ്യത്യാസമാണ്. ഇനിയും ഡെമോക്രസി ഉള്ള രാജ്യങ്ങളൊക്കെ തന്നെ വളരെ സാമ്പത്തികമായിട്ട് വളർച്ച പ്രാപിച്ച രാജ്യങ്ങളാണ്. ജപ്പാൻ, സൗത്ത് കൊറിയ, ഈവൻ തായ്വാൻ, ഈ പറഞ്ഞ വിയറ്റ്നാം, ഫിലിപ്പീൻസ്. ഇവിടെയൊക്കെ തന്നെ ഇലക്ഷനും ഇലക്ട്രൽ പൊളിറ്റിക്സും ഒക്കെ ഉണ്ട് തന്നെ. ഫിലിപ്പീൻസൊക്കെ തൽക്കാലം നമുക്ക് ഈ പറഞ്ഞ രാജ്യങ്ങളുടെ അത്രയും ഇക്കണോമിക്കലി സ്ട്രെങ്തൻഡ് ആയിട്ടില്ലെങ്കിൽ തന്നെയും ജപ്പാൻ, സൗത്ത് കൊറിയ, തായ്വാൻ അല്ലെങ്കിൽ വിയറ്റ്നാം, ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ തന്നെ നമ്മളെപ്പോലെ തന്നെ ഇലക്ട്രൽ പൊളിറ്റിക്സ് ഉള്ളതും അല്ലെങ്കിൽ ഡെമോക്രസി ഉള്ള രാജ്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അവർക്കൊക്കെ തീർച്ചയായിട്ടും റിഫോംസ്, ഈ പറഞ്ഞ പൊളിറ്റിക്സ് നോക്കാതെ അവർക്ക് റിഫോം, അവരുടെ സാമ്പത്തിക രംഗം, സമ്പദ് വ്യവസ്ഥ റിഫോം ചെയ്യാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും എന്തുകൊണ്ട് ഇന്ത്യക്ക് പറ്റുന്നില്ല എന്നുള്ളത് ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ടോപ്പിക്കുമായിട്ട് തൽക്കാലം ഷെയർ ചെയ്യാനുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ.